ഒട്ടുക്കത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മൂഞ്ചി പോകുന്ന പറയാറില്ലേ, അങ്ങനെ ഒരു ട്രിപ്പായിരുന്നു ഇത്. നിൽക്കുന്ന സ്ഥലം മൂന്നാറാണ്. സ്ഥിരം ട്രിപ്പ് പോകുന്നത് ഞങ്ങൾ 3 പേരാണ്. ആ 3 പേരിൽ ഒരുത്തം ബാംഗ്ലൂരേക്ക് പോവാണ്. അതിനുവേണ്ടി ഓണാക്കിയ ഒരു ട്രിപ്പായിരുന്നു ഈ മൂന്നാർ യാത്ര. കഷ്ടകാലം നല്ലത് എന്താ പറയുക, ബാംഗ്ലൂർ പോകുന്ന ഒരു ഫുഡ് പോയിസൺ ആയിട്ട് അവസാനം ഞങ്ങൾ 2 പേര് ഒരൊറ്റ ബൈക്കിൽ പോകേണ്ട അവസ്ഥയായിരുന്നു മൂന്നാർ യാത്ര. ചെന്നിറങ്ങിയവരെ കണ്ടത് കണ്ട് ഈ ഹോട്ട് എയർ ബലൂണാണ്. മൂന്നാറിൽ ഈ പരിപാടി തുടങ്ങി ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് പറത്ത് വിടത്തൊന്നുമില്ല, ചുമ്മാ കെട്ടി അങ്ങോട്ടേക്ക് കുറച്ച് പൊക്കത്തെ ഉള്ളതാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. പിന്നെ ഈ ട്രിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ കാണാൻ ഇറങ്ങിയ ഒരു സ്ഥലങ്ങളുള്ളിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തു. ജക്രാണ്ട എന്ന് പറയുന്ന ഈ ഒരു മരം പൂത്താണെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അടുത്ത 2 മാസത്തേക്കായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇത്രയെങ്കിലും കാണാൻ പറ്റില്ല. ഇതൊന്നും അല്ല ഇതിന്റെ ഭംഗി, പക്ഷേ ഇത്രയെങ്കിലും കാണാൻ പറ്റി, അതിൽ സന്തോഷം. നേരെ വെച്ച് പിടിച്ച് ഡോറോഹെവനിലേക്കാണ്. പിന്നെ അറിയാലോ ഉച്ച സമയമാണ്, ക്ലൈമറ്റും അല്ല, അതുകൊണ്ട് അത്ര വലിയ രസമുള്ളൊരു വിഷ്വലൊന്നും ആയിരിക്കില്ല നമുക്കിപ്പോൾ. നമ്മൾ പിന്നെ സീസൺ നോക്കി വന്നേന്നല്ല, കോടയൊക്കെ ഉള്ള സമയത്ത് ഈ സ്ഥലത്തിന്റെ ഭംഗി അത് നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ 3 പേരെ ട്രിപ്പിൽ ആദർശിന് എപ്പോഴുള്ള ഒരു ആഗ്രഹമായിരുന്നു മൂന്നാർ പോകണമെന്നുള്ളത്. അത് ഞങ്ങൾ ബാക്കി 2 പേരായിരുന്നു പല തവണയായിട്ട് മുടക്കിയിട്ടുള്ളത്. ഇപ്പോൾ ആദർശിനോട് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കൂടെ ആയിരുന്നു ഈ ട്രിപ്പ്. പക്ഷേ എന്ത് ചെയ്യാനാ, അമലിന് ഫുഡ് പോയിസൺ ആയി. ആദർശിന്റെ അടുത്ത് പിന്നെ ഓൾറെഡി സ്ഥലം പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും ഇങ്ങോട്ട് തന്നെ ഇറങ്ങേണ്ടി വന്നു. ഞങ്ങളുടെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് വട്ടവടയാണ്. 2 തൊട്ട് ഞാൻ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ വട്ടവട പോയിട്ടില്ല. ഉള്ള കാര്യം പറയാലോ, പോകുന്ന റൂട്ടിലെ കാഴ്ചകൾ, ആ റൂട്ട് അടിപൊളിയാണ്. വട്ടവട ചെന്നപ്പോഴാണെങ്കിൽ അവിടെയും രസം. ഇപ്പോൾ ഓഫ് സീസണാണ്. ആകപ്പാടുള്ളത് കുറച്ച് സ്ട്രോബെറി, കുറച്ച് ക്യാബേജ്, പിന്നെ 2 സൂര്യാന്തി ചെടിയെ കണ്ടു. കുറച്ച് നേരം വട്ടവട ഗ്രാമത്തിന്റെ ഭംഗിയൊക്കെ ഒന്ന് ദൂരെ നിന്ന് ആസ്വദിച്ചിട്ട് ഞങ്ങൾക്ക് പാക്കപ്പിനുള്ള സമയമെന്ന് മനസ്സിലായി. ഇവിടെ വന്ന സ്ഥിതിക്ക് ചേച്ചിയുടെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി ഒരു പെട്ടി സ്ട്രോബെറി വാങ്ങി 150 രൂപ. പക്ഷേ അടിപൊളി സാധനമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വട്ടവട പോയിട്ട് തിരിച്ചു വന്നിട്ട് വണ്ടിയുടെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സൈലന്റ് വാലിയായിരുന്നു. ചെന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇപ്പം അങ്ങോട്ട് കയറ്റി വിടത്തില്ല എന്നുള്ളത്. 3G നമ്പർ 1. അങ്ങനെ ഒന്ന് റൂമൊക്കെ എടുത്ത് ഉറങ്ങിയതിന് ശേഷം രാവിലെ 3:30 എണീറ്റ് പോയി എങ്ങോട്ട്, നമ്മുടെ കൊലുക്കുമല കാണാൻ. അങ്ങനെ ഒന്ന് കയറി കൊടുത്തപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ ജീപ്പ് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം, എന്നാലും മേളിൽ പോകാൻ പറ്റൂ. 3G നമ്പർ 2. പിന്നെ എന്നാ പറഞ്ഞിടൂ, ഈ ട്രിപ്പ് വന്ന് തന്നെ കൊലുക്കുമലാണ്. അതങ്ങനെ പോയി കിട്ടി. പിന്നെ രാവിലെ ഒരു മാഗിയും കഴിച്ചിട്ട് പോകുന്ന വഴിയിൽ ഒരു ഫസ്റ്റ് ക്ലാസ് സൂര്യോദയം കണ്ടിട്ട് പോയി കിടന്നങ്ങ് ഉറങ്ങി. ഉള്ള കാര്യം പറയാലോ, നല്ല കിട്ടില്ല സൂര്യോദയം. അപ്പം പിന്നെ കൊലുക്കുമലയിലെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, പൊളിയായിരുന്നു തന്നെ. 6 മണിക്ക് റൂമിൽ എത്തിയതിനു ശേഷം നേരെ പിടിച്ചത് ഗ്യാപ്പ് റോഡിലോട്ട്. കാണാൻ വന്ന സ്ഥലങ്ങളോ പോകാൻ പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് വണ്ടിയുടെ നല്ല കുറച്ച് വീഡിയോ എങ്കിലും എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതോടുകൂടി ഈ 3G യാത്ര അവസാനിക്കുകയാണ് ഗൈസ്. ഇത്ര നേരം കേട്ടിരുന്നതിന് നന്ദി.